നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിൽ വർഷത്തിലൊരിക്കൽ അരങ്ങേറുന്ന ജലോത്സവം. കേരളത്തിലെ പ്രധാന ജലമേളകളിലൊന്ന്. 1952 കേരളത്തിൽ ആദ്യമായി ജലോത്സവം നടക്കുന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കേരള സന്ദർശനത്തോടെയാണ് വള്ളംകളിയുടെ ചരിത്രം തുടങ്ങിയത്. നെഹ്റു കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം കോട്ടയം മുതൽ ആലപ്പുഴ വരെ കുട്ടനാട്ടിലൂടെ ജലയാത്ര നടത്തി. ഈ യാത്രയിൽ ബോട്ടുകളുടെ ഒരു വലിയ നിര തന്നെ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇതിനു പിന്നാലെ കേരള സർക്കാരാണ് അന്ന് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം സംഘടിപ്പിക്കുന്നത്. 63 വയസ്സുള്ള നെഹ്റുവിനെ ഔദ്യോഗികമായി 63 വെടിമുഴക്കവുമായിരുന്നു കേരളം സ്വീകരിച്ചത്. നെഹ്റുവിൻ്റെ കൂടെ അന്ന് മകൾ ഇന്ദിരാഗാന്ധിയും കുട്ടികളായ സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും ഉണ്ടായിരുന്നു. 1952 ഡിസംബർ 27 ആ ആദ്യ ജലോത്സവം. വേമ്പനാട് കായലിൻ്റെ പടിഞ്ഞാറേ അറ്റത്ത് മൺട്രോ വിളക്കിൻ്റെ പടിഞ്ഞാറു ഭാഗം മുതൽ തെക്കോട്ടായിരുന്നു വള്ളംകളിയുടെ ട്രാക്ക്. അന്ന് ആലപ്പുഴ ജില്ല രൂപീകരിച്ചിട്ടില്ലായിരുന്നു. അതിനാൽ കൊല്ലം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് അന്ന് വള്ളംകളി നടന്നത്. വലിയൊരു വെടിമുഴക്കത്തോടെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ആരംഭിച്ചു. നടുഭാഗം ചമ്പക്കുളം, പാർത്ഥസാരഥി, കാവാലം, വലിയ ദിവാഞ്ചി, നെപ്പോളിയൻ, നേതാജി, ഗിയർഗോസ് തുടങ്ങി 8 വള്ളങ്ങളാണ് അന്ന് മത്സരത്തിൽ പങ്കെടുത്തത്. ഈ വള്ളങ്ങളെല്ലാം ശരവേഗത്തിൽ മുന്നോട്ടു പാഞ്ഞു. തുഴക്കാരുടെയും കാണികളുടെയും ആവേശം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. നെഹ്റു ബൈനോക്കുലറിലൂടെ മത്സരം ആസ്വദിച്ചു. ഒടുവിൽ നടുഭാഗം ചുണ്ടൻ ഫിനിഷിംഗ് പോയിന്റ് കടന്ന് 1ാം സ്ഥാനത്തെത്തി. നടുഭാഗത്തിന്റെ ക്യാപ്റ്റൻ മാത്തു ചാക്കോ പ്രധാനമന്ത്രിയിൽ നിന്ന് 1ാം സമ്മാനം ഏറ്റുവാങ്ങി. മറ്റു വള്ളങ്ങളുടെയും ക്യാപ്റ്റന്മാർക്ക് നെഹ്റു സമ്മാനങ്ങൾ നൽകി. തുടർന്ന് എല്ലാ ചുണ്ടൻ വള്ളങ്ങളും ആലപ്പുഴ ബോട്ട് ജെട്ടിയിലേക്ക് പോയി. വള്ളങ്ങൾ VIP പവലിയന് മുന്നിലെത്തിയപ്പോൾ തുഴക്കാർ അവരുടെ മെയ്വഴക്കങ്ങൾ പ്രദർശിപ്പിച്ചു. ആവേശഭരിതനായ നെഹ്റു കസേരയിൽ നിന്ന് എഴുന്നേറ്റ് തുഴക്കാരുടെ താളത്തിനൊത്ത് ചുവടുവെച്ചു. സകല സുരക്ഷാ ക്രമീകരണങ്ങളും കാറ്റിൽ പറത്തി അദ്ദേഹം വള്ളംകളിയിൽ ഒന്നാമതെത്തിയ നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറി. ഈ ആഹ്ലാദ പ്രകടനം അംഗീകാരമായി കരുതി അദ്ദേഹത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ അകമ്പടിയോടെ കൊച്ചി വരെ എത്തിച്ച് യാത്രയാക്കി. മടങ്ങുമ്പോൾ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് നെഹ്റു സംഘാടകരോട് ചോദിച്ചു. എല്ലാ വർഷവും വള്ളംകളി നടത്താനാകണമെന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി TM വർഗീസും കുട്ടിച്ചനും KM കോരയും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഡൽഹിയിലെത്തിയ ശേഷം അദ്ദേഹം സ്വന്തം കയ്യൊപ്പോടുകൂടി വെള്ളിയിൽ തീർത്ത ചുണ്ടൻ വള്ളത്തിൻ്റെ മാതൃക അയച്ചു തന്നു. ഈ മാതൃകയാണ് ഇന്നും വള്ളംകളി വിജയികൾക്ക് നൽകുന്ന നെഹ്റു ട്രോഫി. തുടക്കത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു വള്ളംകളി അറിയപ്പെട്ടിരുന്നത്. 1969 ജൂൺ 1 കൂടിയ വള്ളംകളി സമിതി നെഹ്റുവിനോടുള്ള ആദരവ് മൂലം വള്ളംകളിയുടെ പേര് നെഹ്റു ട്രോഫി വള്ളംകളി എന്നാക്കി മാറ്റുകയായിരുന്നു. 1953 വീണ്ടും ജലോത്സവം നടത്താനായില്ല. 1954 കൈനകരിയിലെ മീനപ്പള്ളി വട്ടക്കായലിലാണ് 2ാമത്തെ വള്ളംകളി നടത്തിയത്. വട്ടക്കായലിൽ കാറ്റ് കൂടുതലായതിനാൽ ഇവിടെ വള്ളംകളി നടത്തുക പ്രയാസമായിരുന്നു. അതിനാൽ 1955 ജലോത്സവം പുന്നമടക്കായലിലേക്ക് മാറ്റി. വിവിധ ട്രാക്കുകളായി തിരിച്ച് 1370 മീറ്റർ ദൂരമാണ് മത്സരത്തിനായി ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റിലാണ് സാധാരണ മത്സരം നടക്കാറ്. അപൂർവ അവസരങ്ങളിൽ മാത്രമേ ജലോത്സവം ഓഗസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടുള്ളൂ. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് ഇവിടെ പ്രധാനമെങ്കിലും മറ്റുള്ളവയുമുണ്ട്. ഓടി, വെപ്പ്, ചുരുളൻ എന്നീ വിഭാഗങ്ങളിലായി ഒട്ടേറെ വള്ളങ്ങളും മത്സരത്തിനിറങ്ങും. ഓരോ വിഭാഗത്തിലെയും ജേതാക്കൾക്കും പ്രത്യേക സമ്മാനങ്ങളുമുണ്ട്. വജ്ര ജൂബിലി വർഷമായ 2012 3 ദിവസങ്ങളിലായിട്ടായിരുന്നു ജലോത്സവം നടത്തിയത്. ആദ്യ ദിനങ്ങളിൽ ചെറുവള്ളങ്ങളുടെയും 3ാം ദിനമായ ഓഗസ്റ്റിലെ 2ാം ശനിയാഴ്ച ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരവുമാണ് അന്ന് നടന്നത്. കോവിഡ് കാരണം 2020-21 മത്സരം പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ ഏകദേശം 1 ലക്ഷത്തോളം പേർ എല്ലാ വർഷവും വള്ളംകളി കാണാനെത്താറുണ്ട്. ഈ ജലമേള ഇപ്പോൾ 70 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോഴും കേരളത്തിൻ്റെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് നെഹ്റു ട്രോഫി ജലോത്സവം. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.